ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഒരു വ്ളോഗ് എടുത്തിട്ട് ഒരുപാട് ദിവസം മുമ്പ് എടുത്തതാട്ടോ. ഒരുപാട് ദിവസമായി. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല എന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. ഓരോ തിരക്കിലായിപ്പോയി കേട്ടോ. പിന്നെ എന്തായാലും ഇത് എഡിറ്റ് ചെയ്തങ്ങ് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ വീടിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. ഷാഫ്ഖാനുണ്ട്. അപ്പോൾ നല്ല മഴയുള്ള ദിവസം, കുറച്ച് ദിവസം നല്ല മഴയായിരുന്നല്ലോ, വയനാട്ടിലൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. മഴ പെയ്തിട്ട് ഈ കരിയിലൊക്കെ ഷീറ്റിൽ കെട്ടിക്കിടന്നിട്ട് എന്താ പറയുക, വെള്ളം പോവാതെ ആകെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഷാഫ്ഖാൻ ഇറങ്ങിയിട്ടുണ്ട്. കൂടെ വീഡിയോ എടുക്കലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ സഹായിക്കുകയും ചെയ്യാൻ നേരിട്ട് ഞാനും കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വാർപ്പിൻ്റെ മുകളിൽ കിണറിൽ നിന്ന് ടാങ്കിലേക്ക് വരുന്ന ആ ഒരു പൈപ്പ് ഊരിയിട്ട്, അതുപോലെ തന്നെ വേറെ ഒന്നും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് മോട്ടറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നല്ല ശക്തിയായിട്ട് വെള്ളം വരുമല്ലോ ആ പൈപ്പിലൂടെ, അങ്ങനെ അങ്ങ് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എത്തുന്നിടത്തുനിന്നൊക്കെ ഷാഫ്ഖാൻ നല്ലോണം തട്ടി അടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി വെള്ളം വെച്ചിട്ട് കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ അഴുക്കൊക്കെ ഇതേപോലെ കളഞ്ഞിട്ട് അറ്റത്ത് നന്നായിട്ട് അടിച്ചങ്ങ് മുറ്റത്തേക്ക് ആക്കിയൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. ഒരുപാട് ദിവസമായിരുന്നു വ്ളോഗ് ഇട്ടിട്ടോ. ഞാൻ ചാനലിൽ ഏകദേശം ഒരു മാസം തന്നെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ റമദാനിൽ ഒരു വ്ളോഗ് മാത്രമാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങൾ അടുത്ത വീടാണ്. അപ്പോൾ ഞാൻ വാർപ്പിൻ്റെ മുകളിലൊന്നും ഇതുവരെ വീഡിയോ എടുത്തിട്ടില്ല തോന്നുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടില്ല തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് വീടിന് ചുറ്റും ഇങ്ങനെ ഫ്രണ്ട് ഒഴികെ എല്ലായിടത്തും ഷീറ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ നല്ല ശക്തിയായിട്ട് സൗണ്ട് ഉണ്ടാവും ഉള്ളിലേക്ക്. പിന്നെ ഇങ്ങനെയാണ് നമ്മൾ മുറ്റം കണ്ടോ. ഈ എത്രയും ഭാഗം നമ്മൾ ഷീറ്റ് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ രണ്ട് സൈഡും ബാക്കും ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങൾ ഇടവിട്ടിട്ടാണെങ്കിലും വ്ളോഗ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഷാഫ്ഖാൻ തകൃതിയായിട്ട് അവിടെ ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം ഞാൻ വേഗം അടുപ്പ് കത്തിക്കാൻ വേണ്ടി കുറച്ച് വിറകൊക്കെ മുകളിൽ നിന്ന് എടുത്തിട്ട് പോവാണ് കേട്ടോ. നമുക്ക് വിറകിൻ്റെ കുറവുള്ളതുകൊണ്ടാണ് എനിക്ക് അടുപ്പ് കത്തിക്കാൻ നല്ല ഇഷ്ടമാണ്. അടുപ്പ് കത്തിക്കുകയാണെങ്കിൽ ഗ്യാസ് ഒന്നും വൃത്തികേടാവുകയില്ല. പെട്ടെന്ന് നമുക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് ആവുകയും ചെയ്യും കേട്ടോ. വെള്ള വിറകും ചകിരിപ്പൊളിയൊക്കെ പെറുക്കിയെടുത്തിട്ട് അടുപ്പ് കത്തിക്കാൻ വേണ്ടി പോവുകയാണ്. മുറ്റമൊക്കെ നന്നായിട്ട് വൃത്തികേടായിട്ടുണ്ട് കേട്ടോ. എന്തായാലും കുറച്ച് വെയിൽ വന്നതിന് ശേഷം മുറ്റമൊക്കെ ഒന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്ക് വേഗം അടുപ്പിലേക്ക് അങ്ങ് തീ കത്തിച്ചെടുക്കട്ടോ അടുപ്പിൽ. അപ്പം ഞാനെങ്ങനെ തീ പിടിപ്പിക്കുന്നതെന്നുള്ളതൊന്ന് കാണിക്കാം. എന്തായാലും തീ കത്തിക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടാവില്ലേ, ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഈ ഒരു സമയത്തൊന്നും ആരും അങ്ങനെ അടുപ്പ് ഉപയോഗിക്കുന്നവരൊന്നും അധികം ആരും ഇല്ലല്ലോ. പിന്നെ ഇത് പെരുന്നാൾ കഴിഞ്ഞ് കുറച്ച് ദിവസം മുന്നേ, പെരുന്നാൾ കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായിട്ട് എടുത്ത വീഡിയോ ആണെന്ന് എൻ്റെ ഒരു ഓർമ്മയിൽ. മൈലാഞ്ചി ഇട്ടിട്ട് കൈയൊക്കെ നല്ല വൃത്തികേടായിട്ടുണ്ട് കേട്ടോ. മൈലാഞ്ചി തികച്ചും കാണുന്നതല്ല, കുറച്ചേ പോയിട്ടുള്ളൂ. അങ്ങനത്തെ അവസ്ഥയിലാണ് കൈയുള്ളത്. പിന്നെ എന്തായാലും ഇനി നമുക്ക് തീ കത്തിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. മണ്ണെണ്ണ ഇല്ലാതെ തന്നെ ഞങ്ങൾ തറവാട്ടിലൊക്കെ ആകുന്ന സമയത്ത് ഉമ്മ ഓലക്കൊടി വെക്കും. പിന്നെ ചെറിയ ചുള്ളലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചെറിയ ഓലക്കൊടി കത്തിച്ച് വെച്ചിട്ട് അതിന് മുകളിൽ ചെറിയ ചുള്ളലുകൾ പൊട്ടിച്ചിടുമ്പോൾ തന്നെ നമുക്ക് മണ്ണെണ്ണേൻ്റെ ആവശ്യമൊന്നും വരില്ല. നന്നായിട്ട് തീ കത്തുമായിരുന്നു കേട്ടോ. ഇവിടെ മെയിനായിട്ട് വിറകില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കുറച്ച് ദിവസം മുമ്പേ ഉമ്മ വന്നിട്ട് നല്ല ചൂലൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ പറയുക, ഓലക്കൊടിയൊക്കെ റെഡിയാക്കി തന്നു പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ചുള്ളലില്ല, അതാണ് പ്രശ്നം. ചുള്ളലെന്ന് പറഞ്ഞാൽ അറിയോ, എല്ലാവർക്കും അറിയില്ല. ചെറിയ ചെറിയ വിറകുണ്ടല്ലോ, കട്ടിയില്ലാത്ത, അതുണ്ടെങ്കിൽ നമുക്ക് വേഗം തീ പിടിപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ ഒരു ചിരട്ട എടുത്തിട്ട് അതിൽ ചാരം നിറച്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വിളക്ക് ഇതേപോലെ കത്തിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് റീൽസിൽ വിളക്ക് ഇങ്ങനെ കത്തിച്ച് വെക്കുന്നത് കണ്ടിട്ട് കമൻ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെന്തിനാ ഈ കണ്ണ് കാണുന്നില്ലേ വിളക്ക് കത്തിച്ച് വെക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടോ. നമ്മളിങ്ങനെ അടുപ്പിൽ തീ പിടിപ്പിക്കുമ്പോൾ വിളക്ക് കത്തിച്ച് വെക്കുന്നത്, പിന്നെ വീഡിയോയിൽ കാണുമ്പോൾ അതൊരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനത് അങ്ങനെ വെക്കുന്നതാണ് കേട്ടോ. ഇനി ഈ ഒരു ചാനലിൽ ഷോർട്ട് നിങ്ങൾ റീൽസ് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞത് എൻ്റെ കുക്കിംഗ് ചാനലിലാണ് ഞാൻ ഇതേപോലെ റീൽസ് ഇട്ടിട്ടുള്ളത് കേട്ടോ. കുക്കിംഗ് ചാനലിൻ്റെ പേര് അടുക്കള രുചി നദീറ ഷാഫി എന്നാണ്. നദീറ ഷാഫി എന്ന് അടിച്ചാൽ തന്നെ കിട്ടും കേട്ടോ. ചാനലിൽ നമ്മൾ കടലാസ് കത്തിച്ച് ആ ചിരട്ടയിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ തന്നെ തീ കത്തിയിട്ടുണ്ട്.
ഇനി ചെറിയ ചുള്ളൽ കുറച്ചുണ്ടായിരുന്നു, അത് ഇതേപോലെ ഇട്ട് കൊടുത്ത് 2-3 ചിരട്ടയും ചകിരിയും ഒക്കെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ദോശക്കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിന്ന് തക്കാളി ചമ്മന്തിയും ദോശയാണ് ഉണ്ടാക്കുന്നത് രാവിലെ. ഇവിടെ നൈസ് ദോശയിലേക്ക് ചിക്കൻ കറി, ബീഫ് കറി അങ്ങനത്തെ നിർബന്ധമോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. തേങ്ങാ ചട്നി ഉണ്ടാക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല, ഷബാസും ഫിദയും കഴിക്കില്ല, ഷാഫ്ക്കാക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ തക്കാളി ചട്നിയാണ് അധികവും ഞാൻ ഉണ്ടാക്കൽ കേട്ടോ. തക്കാളി ചട്നി, തക്കാളി ചമ്മന്തി അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിന് വേണ്ടി വേഗം ഉള്ളിയും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഇന്ന് ഞാൻ പൊടി ദോശയാട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ പത്തിരിപ്പൊടി വെച്ചിട്ടുള്ള ദോശയാണ്. തലേദിവസം അരി വെള്ളത്തിലിട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ദോശ ഉണ്ടാക്കിയെടുക്കാമല്ലോ. ദോശക്ക് കലക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ദോശ അങ്ങ് ചുട്ടെടുക്കും. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കലക്കിയെടുക്കേണ്ടത്. അറിയാത്തവരുണ്ടെങ്കിൽ ഉപകാരമായിക്കോട്ടെ. ഞാൻ റീൽസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇന്നത്തെ ഷാഫിങ്ങളുടെ ചാനലിൽ നിങ്ങൾ അടിച്ച് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ ഒരുപാട് റീൽസും വീഡിയോസും ഒക്കെ ഇട്ടിട്ടുണ്ട്. ദോശേൻ്റെ പല സൈസ് ദോശേൻ്റെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ കയറി കണ്ടോളൂ. അങ്ങനെ ദോശയൊക്കെ ചുടാൻ നിൽക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ഇപ്പുറത്ത് ചമ്മന്തി റെഡിയാക്കുക കേട്ടോ. വറ്റൽമുളക് വെളിച്ചെണ്ണയിലൊന്ന് വറുത്ത് കോരിയിട്ടുണ്ട്. ചെറിയുള്ളി അതേപോലെ തന്നെ ഒന്ന് വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി ഗ്യാസിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്യാസിൽ വെച്ചിട്ട് പെട്ടെന്ന് തക്കാളി ചമ്മന്തി ആക്കുകയാണ്. അങ്ങനെ തക്കാളി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനിടയ്ക്ക് ദോശ എടുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 പണിയും ഒരേപോലെ തന്നെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ദോശ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ ചെറിയൊരു ക്രിസ്മസിൽ കിട്ടും കേട്ടോ. കുറച്ച് നേരം നമ്മളൊന്ന് തുറന്ന് വെച്ചാൽ മതി. അങ്ങനെ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തക്കാളി ചമ്മന്തി. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് മറ്റേ ചാനലിൽ. വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടാം കേട്ടോ. പിന്നെ ഞാൻ തലേദിവസം പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതും ആ കുക്കിംഗ് ചാനലിൽ ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ. അതൊക്കെ കൂടെ ഫിദമോള് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുത്തിട്ടുണ്ട്. ഒന്നും പറയണ്ട ഇവരെ കാര്യം, എന്തെല്ലാമൊക്കെ ചെയ്യും. ഇത് പുഡിങ് ഇതെന്താ ഇങ്ങനെ ചോദിച്ച് ഞാൻ നോക്കുമ്പോൾ എന്താ ഫ്രീസറിൽ വെച്ച് കട്ടാക്കിയത്. ഇനിയിപ്പോൾ അത് ലൂസാക്കി ആയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ഇവരെ പരിപാടി കേട്ടോ. ഓരെന്തെങ്കിലും ആക്കട്ടെ വെച്ച് ഞാൻ ചോറിനൊക്കെ അരി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാ തിളച്ച് പോകുന്നൊരു മൂടിയൊക്കെ മാറ്റി അടുപ്പത്തിൻ്റെയൊക്കെ ഒന്ന് വേഗം തുടച്ചിടുകയാണേ. ഓരോ ഭാഗം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പണികൾ ചെയ്യാൻ പറ്റും കേട്ടോ. മറ്റേത് എങ്ങനെയാണെങ്കിലും എനിക്ക് വൃത്തികേടായി കിടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര പണി തീർന്നാലും പണി തീരാത്ത പോലെ തോന്നും കേട്ടോ. അപ്പോൾ അടുപ്പിൻ്റെ തിണ്ടൊക്കെ പെട്ടെന്ന് അങ്ങ് തുടച്ചെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വൃത്തികേടാവും. അങ്ങനെ എല്ലായിടത്തും അടുക്കള മൊത്തമൊക്കെ ഒന്ന് പാത്രമൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ചായ പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറും റെഡി ആയിട്ടുണ്ട്. ഇനി കറികളൊക്കെ വെക്കാനുണ്ട്. അങ്ങനെ അടുക്കള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പാത്രം കഴുകലും കഴിഞ്ഞ വെള്ളമൊക്കെ തോർന്നതിന് ശേഷം എടുത്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചോറ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചോറ് പെട്ടെന്ന് അങ്ങ് വാർത്തെടുക്കുകയാണ്. ഇനി കറിയൊക്കെ വെക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ചെറുപയർ അടുപ്പിലിട്ടിട്ട് വേഗം ഒന്ന് മുറ്റൊക്കെ നടിക്കാൻ വേണ്ടി പോകണം. ആ ഒരു സമയത്തിട്ട് ചെറുപയർ വേവുന്ന സമയം ചോറൊക്കെ പെട്ടെന്ന് അങ്ങ് വാർത്തെടുക്കുക. ചോറ് പല രീതിക്ക് വാർക്കുന്നവരുണ്ടാവില്ലേ. ഞങ്ങൾ ഇതേപോലെ കേട്ടോ വാർത്തെടുക്കുന്ന, ചിലർ ഊറ്റിയെടുക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഞാൻ ചാനലുകളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ചിലരിങ്ങനെ ഊറ്റിയെടുക്കുന്ന കാണാം, അങ്ങനെ ഓട്ടയുള്ള പാത്രത്തിലേക്ക് ഇങ്ങനെ ഊറ്റിയെടുക്കുന്നതൊക്കെ കാണാം കേട്ടോ. ഞങ്ങൾ ഇതേപോലെയാണ് ചോറ് വാർത്തെടുക്കാറുള്ളത്. ഇനി അടുപ്പിൽ ഞാൻ കുറച്ച് ചട്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ചെറുപയർ ഇടുക കേട്ടോ. നമുക്കിന്ന് ഇടിച്ചക്ക ഉപ്പേരി വെക്കണം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ചെറുപയർ ഇട്ടിട്ട് നല്ല ഇഷ്ടമാണ്. ഞാൻ എന്തായാലും ചെറുപയറും ഇടിച്ചക്കയും കൂടെ ഉപ്പേരിയാക്കായി ചെറുപയർ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി മുറ്റമൊക്കെ ഒന്ന് അങ്ങ് അടിച്ചെടുക്കണം. അപ്പോൾ ഓരോ ദിവസം ഓരോ ഭാഗത്തെ ചെടികളിലെ പുല്ല് പറിക്കും കേട്ടോ. റോസിൻ്റെ പുല്ല് പറിച്ചിട്ട് വെള്ളമിട്ടിട്ടൊക്കെ കുറേ ആയി. അപ്പോൾ അതിലത്തെ പുല്ലൊക്കെ കുറച്ചൊന്ന് അങ്ങ് പറിച്ചെടുത്ത് പിന്നെ പെട്ടെന്ന് മുറ്റമൊക്കെ ഒന്ന് അങ്ങ് അടിച്ചു വാരി എടുക്കുകയാണ്. ഫ്രണ്ടിൽ ഒരുപാടൊന്നും അടിച്ചു വരാനൊന്നും വൃത്തിയിടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ ബേക്ക് വശത്ത് മൊത്തത്തിൽ ക്ലീൻ ആക്കിയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചെറുപയർ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കയൊക്കെ ഒന്ന് പെട്ടെന്ന് അങ്ങ് വെട്ടിയെടുക്കാം. ഈ ചക്ക നല്ല മൂർച്ചുള്ള കത്തി കൊണ്ട്, ചെറിയ കത്തി വെച്ചിട്ട് തന്നെ ഞാനങ്ങ് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. അത്യാവശ്യം മൂർച്ചുള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും. അങ്ങനെ ചക്കയൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിലാണ് ചക്ക വേവിക്കാൻ വെച്ചിട്ടുള്ളത്. ആ ഒരു സമയം അടുപ്പിൽ ഞാൻ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചക്ക വെന്തതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിയതിന് ശേഷം ഒന്നങ്ങ് ഇതേപോലെ അങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേവിച്ച ചെറുപയറിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ആ ചക്ക ഇട്ടിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് ആവിയേറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളക്, ചെറിയുള്ളി, കറിവേപ്പില, വെളുത്തുള്ളി ചേർത്തിട്ട് നന്നായിട്ട് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ.
ചക്കയിലേക്ക് നമുക്ക് വറവ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മുളക് ചുട്ടരച്ചവർക്ക് ചമ്മന്തി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു അമ്മയിൽ. എല്ലാം കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈം കിട്ടിയില്ല. ഒരുപാട് റെസിപ്പികൾ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ചമ്മന്തിൻ്റെ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് കാണിക്കാതിരുന്നത്. പിന്നെ അമ്മയിൽ ചമ്മന്തി അരച്ച് കഴിഞ്ഞാൽ ഇതിവിടെ പതിവാണ് കേട്ടോ. ഇത് ഏറ്റവും ഇഷ്ടമുള്ള ആളെന്ന് പറഞ്ഞാൽ ഷബാസാണ് കേട്ടോ. ഷബാസ് ഭയങ്കര ഇഷ്ടമാണ്. ഓന് ഇന്ന് പള്ളിയിൽ പോയതാട്ടോ. അപ്പം ഇനി എന്തായാലും ഓന് കഴിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഫിദമോക്ക് ഞാൻ വാരി കൊടുത്തിട്ടുണ്ട്. പിന്നെ നിതുമോക്കും നല്ല ഇഷ്ടമാണ്. നിതുമോൾ ഇവിടെ ഇല്ലല്ലോ, കല്യാണം കഴിഞ്ഞ് പോയില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനത്തെ ഇഷ്ടങ്ങളൊക്കെ ഇനിയിപ്പോൾ വിരുന്നൊക്കെ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ എന്ത് വേണമെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കൂട്ടാ. അങ്ങനെ ചെയ്യലേ. അപ്പോൾ ഇതങ്ങനെ ചിക്കൻ കറിയും ചീര താളിച്ചതും ഉപ്പേരിയൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചോറ് കഴിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പം നമുക്ക് ഇതാ ചമ്മന്തി ഉണ്ട്, ചിക്കൻ പൊരിച്ചതുണ്ട്, ചിക്കൻ പൊരിച്ചതിൻ്റെ മസാല ഉണ്ട്. ഫിദമോക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ചീര താളിച്ചതും പിന്നെ നമ്മളെ ചക്ക ചെറുപയർ ഉപ്പേരി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്